പ്രൈസ് ദി ലോർഡ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. യൂദായുടെ ലേഖനം 11-ാം വാക്യം. അവർക്ക് അയ്യോ കഷ്ടം, അവർ കൈയിന്റെ വഴി നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരകന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. എന്താ കോരകന്റെ മത്സരം? കോരക്, അബീരാം, ദാൻ, ഓൻ ഇവർ മോശയോട് മത്സരിക്കാൻ ചെന്നു. മോശയെ ദൈവം തെരഞ്ഞെടുത്ത ഒരു ഭക്തനാ. ലക്ഷങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരുവാൻ തകർന്നു കിടന്ന ജനത്തിനു വേണ്ടി വീണ്ടെടുപ്പുകാരനായി ദൈവം തെരഞ്ഞെടുത്ത ഒരു പ്രവാചകനാണ് മോശ. മോശയ്ക്ക് നേരെ പുറകുറുത്തു, മോശയ്ക്ക് നേരെ മത്സരത്തിന് ചെന്നു. മോശ ദൈവസന്ധി കവണു വീണ് കരഞ്ഞു. അല്ലേ? കർത്താവ് നമ്മളെ ഒരു സ്ഥാനത്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ വരുന്ന മത്സരങ്ങൾ, വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ, വാക്കുകൾ കേൾക്കുമ്പോൾ കവണ് വീണൊന്ന് കരയാമോ? കവണ് വീണ് കരഞ്ഞ ഭക്തന് വേണ്ടി കർത്താവ് സംസാരിച്ചില്ലേ? 12 ഗോത്രങ്ങളിൽ നിന്ന് ഓരോ വടി കൊണ്ടുവരണം. ഓരോ ലേവി ഗോത്രത്തിന്റെ മേൽ അഹരോന്റെ പേരെഴുതണം. 12 വടി കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ സാക്ഷി കൂമ്പാരത്തിന് അല്ലെങ്കിൽ സാക്ഷി പെട്ടകത്തിന് മുമ്പിൽ വെച്ചു. ദൈവ സാന്നിധ്യം ഇറങ്ങെടുത്ത് വെച്ചു. പിറ്റേ രാവിലെ നോക്കുമ്പോൾ അഹരോന്റെ വടി തളിർത്തു, പൂത്തു, ബദാം ഫലം കായ്ച്ചു. ഒറ്റ രാത്രി കൊണ്ട് ദൈവം പ്രവർത്തിച്ചില്ലേ? കരയുന്ന ഭക്തനു വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് ദൈവം അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, കവണ് വീണ് കരയാമോ? മോശ ഒരു ചെറിയ വ്യക്തിയല്ല, പക്ഷെ മോശ ജനത്തിനു വേണ്ടി നിൽക്കുക. എത്ര പേർക്ക് പറ്റും? ഇന്ന് ചില ആത്മീയ നേതൃത്വം നിരയിൽ നിൽക്കുന്നവരും നോക്കിക്കേ. അവനെ സ്നേഹിക്കുന്നവരുണ്ട്, പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നവരുണ്ട്, എന്നാൽ അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. അല്ലേ? സ്വതന്ത്രോ പാവങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണമെന്നുണ്ട് ഞങ്ങളുടെ അധികാരത്തിലിരിക്കുന്നവരോട്. പക്ഷെ അവർക്ക് പറ്റുന്നില്ല. ആത്മീയ നേതൃത്വ നിരയിൽ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, സാധുക്കളുടെ വിഷയങ്ങളൊന്ന് കേൾക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവരോടൊന്ന് സംസാരിപ്പാൻ നമുക്ക് കഴിയുമോ? കഴിയണം. സ്തോത്രം. നമ്മൾ ഉന്നത കുടുംബത്തിൽപ്പെട്ടവരായിരിക്കാം, ഉന്നത വ്യക്തികളായിരിക്കാം, കഴിവും വിദ്യാഭ്യാസവും ഉള്ളവരായിരിക്കാം. പക്ഷേ അതൊക്കെ മാറ്റിവെച്ച് ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളെ അധികാരത്തിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, സാധുക്കളെ സ്നേഹിപ്പാൻ, അവരുടെ വിഷയങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പോട്ട് സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് മതി. ഇന്ന് അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയല്ലേ? സ്തോത്രം. നമുക്ക് പക്ഷേ ദൈവമക്കളുടെ പ്രത്യേകത, എത്ര പ്രതികൂലം വന്നാലും ആരും കൂടെ നിന്നില്ലെങ്കിലും കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഒറ്റ ധൈര്യവും ബലവും ശക്തിയുമാണ്. ഒരമ്മ 2 കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ട്രെയിനിന്റെ മുമ്പിൽ നിന്ന് ആത്മഹത്യ ചെയ്തു. ആ ട്രെയിൻ അടുക്കും തോറും ആ അമ്മ 2 കുഞ്ഞുങ്ങളെ മുറുക്കെ പിടിച്ചുകൊണ്ടാ. ഒരു പക്ഷേ പുറത്തു നിന്ന് ആരെങ്കിലും ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ അമ്മയെ ഒന്ന് കരുതാൻ, മക്കളെ നിങ്ങൾ വിഷമിക്കണ്ട, ഭാരപ്പെടണ്ട, ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് പറയാൻ ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ അവർ 3 പേരും ആത്മഹത്യ ചെയ്യുകയില്ലായിരുന്നു. പക്ഷേ അവരുടെ മനസ്സ് തകർന്നു. അവരെ ആശ്വസിപ്പിക്കുവാൻ അവരുടെ കൂടെ ആരുമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ മത്സരത്തിന് വരുന്നവരുടെ മുന്നിൽ നിൽപ്പാൻ, കവണ് വീണ് കരഞ്ഞു പ്രാർത്ഥിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കാനുള്ള ദൈവകൃപ നമുക്ക് ഏറ്റെടുക്കാം. കോരകന്റെ ജീവിതം തകർന്നു പോയില്ലേ? നമ്മൾ മത്സരത്തിന് പോകരുത്, ഭൂരിപക്ഷത്തിന്റെ കൂടെ പോകരുത്. സ്തോത്രം. ആമേൻ. മറ്റുള്ളവരുടെ കൂടെ നിൽക്കരുത്. ജീവിതം പരാജയത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് കോരകന്റെ മത്സരത്തിൽ കൂടാതെ, ഭൂരിപക്ഷത്തിന്റെ കൂടെ കൂടാതെ, നീതിക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ കർത്താവ് നമുക്കൊരു അടയാളം തരും. ഒറ്റ രാത്രി കൊണ്ട് പ്രവർത്തിച്ച ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ആമേൻ.